സോ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് കണ്ട ഒരു റൊമാൻറ്റിക് ആനിമേ മൂവിയാണ്. സോ ഈ മൂവിയുടെ പേരാണ് വെതറിംഗ് വിത്ത് യു. സോ ഈ മൂവിയുടെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോക്കിയോ എന്ന് പറയുന്ന സിറ്റിയിൽ ഒരുപാടധികം മഴയാണ് എന്ന് വെച്ചാൽ നിർത്താതെ മഴ പെയ്തുകൊണ്ട് അങ്ങിരിക്കുകയാണ്. ഇതേ സമയത്തായിരുന്നു ഹൊഡാക്ക എന്ന് പറഞ്ഞൊരു പയ്യനാണെങ്കിൽ അവൻ്റെ വീടൊക്കെ വിട്ടിട്ട് നമ്മുടെ ടോക്കിയോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത്. ടോക്കിയോയിലാണെങ്കിൽ കനത്ത മഴയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൊഡാക്കായ്ക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ഹൊഡാക്ക വീട് വിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ പൈസ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹൊഡാക്ക ഹിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത്. ഈ ഹിനയ്ക്ക് ഒരു കഴിവുണ്ട്. അവരുടെ കഴിവ് എന്തുവാന്ന് ചോദിച്ചാൽ ഈ വെതറിനെയൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നീട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ മൂവിക്കകത്ത് പറയുന്നത്. സോ ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ വലിയൊരു സ്പോയിലർ ആയിട്ട് തന്നെ തീരും. സോ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ടൈപ്പ് ഓഫ് ആനിമേ മൂവി കാണുന്നത് തന്നെ. സോ എൻ്റെ ദൈവമേ, ഇതിൻ്റെ അകത്തിലെ ആനിമേഷൻസ് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് കിട്ടിലൻ സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ എന്ത് വിഷയമായിട്ടാണ് ഇവർ ആനിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? വിഷയമാണ് ഈ സീരീസ് അല്ല ഈ മൂവി. ഇതൊരു കിട്ടിലനായിട്ടുള്ളൊരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വെതറിംഗ് വിത്ത് യു തന്നെ ഞാൻ 5 തവണ കണ്ടിട്ടുണ്ട്. കറക്റ്റ് 5 തവണ ഞാൻ ഈ സിനിമ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ കിടിലൻ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ ഇതുവരെ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി കാണുക. കാരണം ഈ മൂവി കിടിലാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.